ആവശ്യമില്ലാതെ പലരെയും പ്രീതിപ്പെടുത്തുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം മാറ്റേണ്ട സമയമായി. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് മനസ്സിലാക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് വ്യക്തികളോടും നോ പറയേണ്ടടുത്ത് വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് കോൺഫിഡൻ്റ് ആയി നോ പറയാൻ പഠിക്കുക. നിങ്ങൾ നോ പറഞ്ഞാലേ നിങ്ങളുടെ മനസ്സിൽ ഇതാണ് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ എല്ലാവർക്കും മൈൻഡ് റീഡ് ചെയ്യുന്നതിനുള്ള ആ ഒരു കഴിവൊന്നും കാണില്ല. അത് മനസ്സിലാക്കുക. 100% ഉറപ്പാണ് എന്ന് മനസ്സിലായ ഒരു കാര്യത്തിന് മാത്രം ഇറങ്ങിത്തിരിക്കുക. മറ്റൊരാളിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വ്യക്തതയും ഇല്ലാത്തൊരു കാര്യം ഉത്തരവാദിത്വം എടുത്ത് ചുമലിൽ വയ്ക്കാതിരിക്കുക. മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാതിരിക്കുക. ഇനി നിയമവിരുദ്ധമായ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ നിർബന്ധിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവിടെ ചെയ്യാൻ നിൽക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ അവരെ പ്രീതിപ്പെടുത്താൻ നിൽക്കരുത്. പ്രത്യേകിച്ചും ദുശീലങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളിൽ എപ്പോഴും രണ്ടാമതൊന്ന് വീണ്ടും ചിന്തിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തം മനസാക്ഷിക്ക് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം എപ്പോഴും ചെയ്യുക. മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം, അല്ലാത്തത് വിട്ടുകളയുക. ഇനി നിങ്ങൾ ചെയ്തൊരു കാര്യം 100% ശരിയാണ്, പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ശരിയാണെന്ന് ഉറപ്പുള്ളൊരു കാര്യത്തിന് ആരോടും അപ്പോളജൈസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സോറി പറയാതിരിക്കുക. ഇനി ടോക്സിക് ആയ വ്യക്തികൾ അവർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനെ ടോക്സിക് ആയ ഒരാൾ ഒരിക്കലും നിങ്ങളെയോ നിങ്ങളുടെ പേഴ്സണാലിറ്റിയോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കില്ല. അപ്പോൾ അയാളെ അവോയ്ഡ് ചെയ്യുന്നതിൽ യാതൊരു വിഷമവും തോന്നേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുമ്പോഴും എവിടെയാണ് നിങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എവിടേക്കാണ്, എന്തിനാണ് എന്ന് 100% ഉറപ്പ് വരുത്തിയിട്ട് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഇനി എന്ത് കാര്യങ്ങൾ ആര് ചോദിച്ചാലും സഡനായിട്ടൊരു റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ടേക്ക് യുവർ ഓൺ ടൈം. കുറച്ച് സമയം എടുത്ത് ചിന്തിച്ചതിന് ശേഷം അതിന് ഉചിതമായൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം മറുപടി പറയുക. അപ്പോൾ ഇനി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളെ അറിയുക. എല്ലായിടത്തും നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്വയം നഷ്ടപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. മറ്റൊരാൾ പറയുമ്പോഴായിരിക്കും എൻ്റെ ലൈഫിൽ ഇതാണല്ലോ നടക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക.